ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ വനം വകുപ്പിന്റെ വിത്തൂട്ട് പദ്ധതിക്ക് മുള്ളൂർക്കര ഇരുന്നിലങ്കോട് വനത്തിൽ തുടക്കമായി. മേഖലയിലെ മാസ് ക്ലബ്ബുമായി സഹകരിച്ച് വിത്തുണ്ടകൾ വനത്തിൽ നിക്ഷേപിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വന്യജീവികൾ നാട്ടിലേക്കിറങ്ങുന്നത് തടയുന്നതിനായി വനത്തിൽ തന്നെ അവയ്ക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് തുടക്കമായി. കേരളം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിലെ ഇരുന്നിലങ്കോടുള്ള മാസ് ക്ലബ്ബുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇരുന്നിലങ്കോട് റിസർവ് ഫോറസ്റ്റിൽ വെച്ച് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ചക്ക, ഞാവൽ, അത്തി, മുള, പുല്ലിനങ്ങൾ എന്നിവയുടെ വിത്തുകൾ മണ്ണും വളവും ചേർത്ത് വിത്തുണ്ടകളാക്കി വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിച്ചു. മാസ് ക്ലബ് പ്രസിഡന്റ് പ്രണവ് ലെൻസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ SFO VR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വനം വകുപ്പ്, കേരള ഗവൺമെന്റിന്റെ വനം വകുപ്പ് ഒരു അവബോധനമാണ് വിത്തൂട്ട് എന്ന് പറയുന്നത്. ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ. അതായത് നമ്മുടെ വന്യമൃഗങ്ങൾ, മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ കൂടുതലാണ്. ആന, പന്നി, അങ്ങനെ കാട്ടുപോത്ത്, ഇവിടെയൊക്കെ നമുക്കതില്ല. പക്ഷെ ഇവിടെയൊക്കെ പന്നികളുടെ ശല്യമാണ് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഇതെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വനംവകുപ്പ് ആലോചിച്ച് തുടങ്ങിയിട്ട് കുറേ നാളായി. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാലക്രമേണ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു അവബോധനമായിട്ട് നമ്മൾ വിത്തൂട്ട്, അല്ലെങ്കിൽ ഈ ഫുഡ് മൃഗങ്ങൾക്ക് അതിൻ്റെ വാസസ്ഥലത്ത് തന്നെ, കാട്ടിൽ തന്നെ, കാട്ടിലിപ്പോൾ ഒന്നുമില്ല കഴിക്കാൻ, ആ മൃഗങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം അക്കേഷ്യ എന്ന് പറയുന്ന മരമാണ്, വെള്ളം വലിച്ചെടുക്കുന്ന ആ മരമാണ് യഥാർത്ഥത്തിൽ ഇവിടേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ മരം കംപ്ലീറ്റ് മുറിച്ചിട്ട് നമ്മുടെ ഫ്രൂട്ട്സും കാട് വൃക്ഷങ്ങളും ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണ്. വിത്തൂട്ട് പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. യോഗത്തിൽ BFOമാരായ CS ഹക്കീം, അലസ്റ്റിൻ തോമസ്, PM അബ്ദുൾ റഹീം, FWKJ വർഗീസ്, P മോഹനൻ, വാച്ചർമാരായ പ്രദീപ്, രമേശൻ, ധർമ്മപാലൻ, ഡോക്ടർ പ്രഭാകരൻ, മാസ് ക്ലബ് അംഗം അഖിൽ കുമാർ CC എന്നിവർ സംസാരിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മുൻപൊക്കെ നമ്മൾ ന്യൂസിൽ മാത്രം കണ്ടിരുന്ന ആനിറങ്ങൽ, പുലിയുണ്ട്, സംശയം, ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിലും കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിന് വളരെയധികം പ്രശസ്തിയുണ്ട്. അവരെ കാടിനുള്ളിൽ തന്നെ നിർത്തുക, അവർക്ക് വേണ്ട പല വർഷങ്ങൾ നമ്മളിതിന് ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി സഹകരിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മുടെ മാസ് ക്ലബിൻ്റെ അംഗങ്ങൾക്കും. ന്യൂസ് ഡെസ്ക് CCV.